പത്തരമാറ്റ് സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ജലജയുടെ പുതിയ ഐഡിയ ഇറക്കല്. സൂപ്പർ ആയിട്ടുണ്ട്. എന്തൊരു അഭിനയമാണ്. ടിവിയില് ഒരുപാട് പേരൊന്നും ആ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് അവളായിട്ട് തന്നെ പ്രസ്സിലെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് എനിക്കെന്തോ പ്ലാൻ ചെയ്തതുപോലെയാണ് തോന്നുന്നതെന്ന് പറയാണേ. ഇത് കേട്ട അനി ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതില് ഏട്ടത്തി പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? നമ്മളെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലേ സംസാരിച്ചിരിക്കുന്നത്, ഇതിനകത്ത് എന്ത് തെറ്റാണുള്ളത്? അനി, നിനക്കിതൊന്നും മനസ്സിലാവില്ല. ഈ ഗെയിമൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് സമയമെടുക്കും. തുടർന്ന് ജാനകി പറയുന്നുണ്ട് കേട്ടോ, ഇല്ല ജലജ, നീ പറയുന്നതാണ് തെറ്റ്. ഒരിക്കലും നയന തെറ്റായിട്ട് സംസാരിച്ചിട്ടില്ല. അവള് പറഞ്ഞിരിക്കുന്നത് അവൾക്ക് ഈ കുടുംബത്തിലെ മുഴുവൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ ജാനകി സപ്പോർട്ട് ചെയ്തിട്ട് നയനയെ കുറിച്ച് സംസാരിക്കുന്നത് ദേവയാനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നീ മിണ്ടാതിരിക്കെ, ജലജ പറയുന്നത് തന്നെയാണ് ശരി. പുറമേ കാണുന്നവർക്ക് ഇത് തെറ്റായിട്ട് തന്നെ തോന്നുള്ളൂ, അവർ തെറ്റാണെന്ന് തന്നെ പറയുകയും ചെയ്യും. തുടർന്ന് ജലജയാണെങ്കിൽ, നയന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മള് വരട്ടിയത് കൊണ്ടാണെന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നൊക്കെ പറയാണേ. പക്ഷെ ഇത് കേട്ട് ആദർശിന്റെ അച്ഛൻ പറയുന്നത്, എന്തായാലും നയന ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ അടുത്ത് ഒന്ന് പറയണമായിരുന്നു. അത് അവൾ ചെയ്ത തെറ്റ് തന്നെയാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഈ ഒരു പ്രശ്നം തീരാൻ വേണ്ടി പോകുന്നില്ല എന്നൊക്കെ പറയണേ. കേട്ട ഉടനെ തന്നെ നവ്യ അത് ഏറ്റുപിടിക്കാണ്. അവൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അവൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കും, ആരടുത്തും ഒന്നും പറയില്ല. അവൾക്ക് എന്താണോ തോന്നുന്നത് അതേ അവൾ ചെയ്യുള്ളൂ. എന്തായാലും നമ്മുടെ കുടുംബത്തെ നടുറോട്ടിൽ തുണിയില്ലാതെ നിർത്തിയ അവസ്ഥയിലാക്കി അവൾ എന്നുള്ള കാര്യം ജലജ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനൊക്കെ സമാധാനം പറയേണ്ടതും കണക്കിന് കൊടുക്കേണ്ടതും നയനയുടെ അച്ഛനും അമ്മയ്ക്കാണെന്ന് ദേവയാനി പറയണേ. അത് കഴിഞ്ഞ് ഇതിന്റെ സീരിയസ്നെസ് എന്താ എന്നുള്ള കാര്യം നയനമോൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവളുടെ മനസ്സ് മാറിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയണേ. അങ്ങനെ എല്ലാവരും നയനയ്ക്ക് എതിരെ തിരിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ജലജ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ആ കനകയുടെ പ്ലാൻ ആയിരിക്കും. ഈ ഒരു പദ്ധതിയിലൂടെ അവൾക്ക് നല്ലൊരു എമൗണ്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഒപ്പിച്ചതെന്നൊക്കെ പറയാണ് കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് ആദർശ് ഓഫീസിലെ എല്ലാവരെയും നിർത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു തവണ ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇവിടുന്ന് പുറത്താന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് മറ്റൊരു സ്റ്റാഫ് ഉള്ളിലേക്ക് കയറി വന്നിട്ട്, സർ ഒരു നിമിഷം ഒന്ന് TV ന്യൂസ് വെച്ച് നോക്കാൻ വേണ്ടി പറയണേ. എന്താ ഈ സമയത്താണോ ന്യൂസ് എന്ന് ചോദിക്കുമ്പോൾ, സർ അതൊന്ന് വെച്ച് നോക്കൂ, അപ്പോൾ സാറിന് സീരിയസ്നെസ് മനസ്സിലാവുമെന്ന് പറയണേ. അങ്ങനെ ആദർശ് വെച്ച് നോക്കുന്ന സമയത്താണ് കേട്ടോ നയനയുടെ ആ ഇന്റർവ്യൂ കാണുന്നത്. ഇത് അരികിൽ നിന്നുകൊണ്ട് അഭിയും കാണുന്നുണ്ട് കേട്ടോ. ഓഹോ, നീ എനിക്കിട്ടിട്ട് തിരിച്ച് പണി തരാണല്ലേ. മുള്ളിനെ കൊണ്ട് എടുക്കുന്ന രീതിയിൽ പ്രസ്സിനെ വിളിച്ചും കൊണ്ട് നീ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയല്ലേ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അഭി. ഇപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നീ നോക്കിക്കോ എന്നും കൂടി മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അയക്കുന്നത് മറ്റാർക്കും അല്ല, ആ വീഡിയോ എടുത്ത് അഭി പറഞ്ഞിട്ട് എടുത്ത അവന് തന്നെയാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്. തുടർന്ന് നമ്മുടെ ആദർശ് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേട്ടിട്ട്. എന്നാൽ നമ്മുടെ അഭി ക്യാബിനിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം അവനെ വീണ്ടും വിളിക്കുകയാണ്. എന്നിട്ട്, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ, നീ ആദർശിനെ വിളിച്ചിട്ട് എന്താ പറയേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നതെന്ന് കേൾക്കുന്നില്ല. അവസാനമായിട്ട് പറയുന്നത്, ആദർശിന് നീ ഒരു പണി കൊടുക്കണമെന്ന് കുറെ കാലമായിട്ട് വിചാരിക്കുന്നതല്ലേ. എന്തായാലും ഇത് നല്ലൊരു അവസരമാണ്, നീ അത് നൈസായിട്ട് ഉപയോഗിച്ചതെന്നും കൂടി അവൻ്റെ അടുത്ത് പറയാണ് കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് ദേവയാനി നേരെ നയനയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ദേവയാനി കാണുമ്പോൾ ശരിക്കും കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ദേ നോക്ക്, ആദർശ് മോന്റെ അമ്മയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചെല്ലാണ് കേട്ടോ. ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറയുമ്പോൾ വേണ്ട എന്ന് പറയാണ് ദേവയാനി. വാതിക്കൽ വരെ വന്നിട്ട് ഉള്ളിലേക്ക് കയറാതിരിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഞാൻ ഇപ്പോഴും കയറില്ല, ഇനി ഒരിക്കലും കയറില്ല. കാരണം ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ മോനോട് ചെയ്ത ചതിയാണ് ഓർക്കുന്നത്. ആ ചതിക്ക് പകരമായിട്ട് നിങ്ങളെ മോളെ ഇവിടെ കൊണ്ട് നിർത്തേണ്ടതാണ്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ വീട്ടിലെ ടിവിയും കേബിളും ചാനലൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അവള് ആ വീട്ടിൻ്റെ ഒരു മൂലക്കിലിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവളാണെങ്കിൽ ഇവിടെ വന്നിട്ട് പഴയ ജോലിയെല്ലാം ചെയ്തിട്ട് എൻ്റെ മാനത്തെ വാങ്ങിയിരിക്കുകയാണ്. അവളിവിടെ വന്നില്ലേന്ന് ചോദിക്കാണ് കേട്ടോ. അത് എന്ന് പറയുമ്പോൾ, എന്താ വന്നിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അവൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാണ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്.
അവളിവിടെ വന്നു, അവളുടെ അടുത്ത് ജോലി ചെയ്യരുത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? അവൾക്ക് ബുദ്ധിയില്ലെങ്കിലും. ഇത് കേൾക്കുമ്പോൾ ശരിക്കും കനകയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. ദേവയാനി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആരെടുത്താണ് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? സംസാരിക്കുമ്പോൾ നോക്കി സംസാരിക്കണം. ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നൊന്തു അല്ലേ? ദേഷ്യം വന്നു അല്ലേ? എന്നാലേ എന്റെ കുടുംബത്തെ മൊത്തമായിട്ടാണ് അവൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അതിന് ഞാൻ എന്തോരം ദേഷ്യപ്പെടണം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ. ഇത്ര ദേഷ്യവും വാശിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യിപ്പിക്കരുത്. തുടർന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത്. അവള് ആദർശ് അടുത്ത് പറഞ്ഞ് സമ്മതം മേടിച്ചു. എല്ലാവരെ കൊണ്ട് സമ്മതം പറയിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞെന്ന് പറയുമ്പോൾ അവൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അതങ്ങ് വിശ്വസിച്ചോ? അവളെ ഇവിടെ വേലയ്ക്ക് നിർത്തിയിട്ട് നിങ്ങൾ സ്വത്ത് സമ്പാദിച്ചിട്ട് വലിയ കോടീശ്വരന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ ആലോചിച്ചിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ദേവയാനി ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല, എൻ്റെ സൈന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി എത്ര പണം വേണമെന്ന് നിങ്ങൾക്ക് എഴുതിയെടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് കനകയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഒരു കാരണവശാലും ഇവിടെ നയന വന്നിട്ട് ജോലി ചെയ്യില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് പോവാണ് കേട്ടോ. പോകുന്ന ദേവയാനിയുടെ അടുത്ത് അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കനക ആ ചെക്ക് കൊണ്ടുപോയിട്ട് ദേവയാനിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇനി ഇവിടെ നയന ഒരിക്കലും ജോലി ചെയ്യാൻ വേണ്ടി വരില്ല. ഞങ്ങൾക്ക് അവളുടെ ജീവിതം തന്നെയാണ് പ്രധാനം. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അവളുടെ ജീവിതമാണ് വലുതെന്ന് പറയണേ. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. ദേവയാനി പോയതും അതോടുകൂടിയിട്ട് ഗോവിന്ദൻ ആകെ ടെൻഷനാവുകയും വീണ്ടും വേദന വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നയന ഇങ്ങോട്ട് വരരുത് എന്നുള്ള കാര്യം. വരില്ല, അവൾ വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഓഫീസിൽ അവിയും അതുപോലെ ആദർശും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആദർശനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് ആകെ വട്ടുപിടിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അബി പറഞ്ഞത് പ്രകാരം അയാൾ വിളിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞത്, നീ വലിയ ബിസിനസ്മാൻ അല്ലേ, എന്നിട്ട് സ്വന്തം ഭാര്യയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നു. ആദ്യം അവളുടെ സത്യമായിട്ടുള്ള അവസ്ഥ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ നിർബന്ധപ്രകാരമായിരിക്കും ഒരു പ്രസ് മീറ്റിൽ വിളിച്ചിട്ട് അവള് കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. ഇതൊക്കെ വലിയ മോശം തന്നെയാണ്. ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷ എന്നൊക്കെ പറയുമ്പോൾ നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇപ്പൊ നീ ഫോൺ വെച്ചിട്ട് പോയെന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് ആദർശ് ഫോൺ വെക്കാണ് കേട്ടോ ചെയ്യുന്നത്. ആ കോള് വെച്ചതിന് ശേഷം നമ്മുടെ അബി ഇങ്ങനെ എരിപിരി കിട്ടുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതുപോലെ ഒരുപാട് കോൾസും മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ മാനം മൊത്തത്തിൽ പോയിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവളുടെ കുടുംബത്തിന് ആ കോൺട്രാക്ട് കിട്ടിയത് കൊണ്ടല്ലേ? അതുകൊണ്ടാണല്ലോ നയനയ്ക്ക് പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടായത്. ആ കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് പണം കിട്ടുന്നറിയാം. അപ്പോൾ അവൾക്ക് എന്തോ സംഭവം കിട്ടിയ പോലെയാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം തെറ്റായിട്ട് ഏട്ടന് എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൺട്രാക്ട് ഇല്ലാതാക്കിയാൽ പ്രശ്നങ്ങളൊക്കെ തീരില്ലെന്ന് അഭി ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന്. നല്ല രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ മാനവും ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാണ് കേട്ടോ. ഏട്ടനൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഏട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചെന്നൊക്കെ പറയുമ്പോൾ ആദർശ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത്, ഒന്നും സംസാരിക്കാതെ. തുടർന്ന് നയന പതിവ് പോലെ തന്നെ വീട്ടിൽ ജോലിയെടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കനകവും അതുപോലെ തന്നെ ഗോവിന്ദനും കൂടി കൂടിയിട്ട് നീ ഇവിടെ ജോലി ചെയ്യണ്ട എന്ന് പറയാണ് കേട്ടോ. അതിനെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാരണമൊന്നും ചോദിക്കരുത്, നിന്റെ സുഖമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് പറയാണ് കേട്ടോ. ഇല്ല, നിങ്ങൾ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കനക ഒന്നുമില്ല, ഞങ്ങളത് പറയില്ല എന്ന് പറയുന്നുണ്ട്. പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല എന്നും നിങ്ങൾ എന്തിനാ ഒരു മോളെന്ന രീതിയിൽ എന്നിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവസാനം കനകയ്ക്ക് ആ സത്യങ്ങളെല്ലാം പറയേണ്ടി വരികയാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ അമ്മായിമ്മ ഇവിടെ വന്നിട്ട് എന്ത് രീതിയിലായിരിക്കും സംസാരിച്ചത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്രയും വലിയൊരു കോൺട്രാക്ട് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുമെന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ആ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആൾ കയറി വരുന്നത്. ഇവിടെ എല്ലാം ഓക്കെയാണ്, ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഒന്നുകൂടി ടെൻഷൻ ആവേണ്ടെന്നൊക്കെ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് നയന പറയുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആ വർക്ക് ക്യാൻസലായെന്ന് പറയാണ് കേട്ടോ. ക്യാൻസലായിരുന്നോ? അതെ, ഒരാൾ വിളിച്ച് ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ആളെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അറിയാം, അത് മറ്റാരുമല്ല ആദർശാണെന്നുള്ള കാര്യം പറയുമ്പോൾ ആകെ മനസ്സ് തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ നയന.
കൃഷ്ണമൂർത്തി അവിടെ നിന്ന് പോയതിന് ശേഷം ഇതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് നയന ഇറങ്ങി പോവാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ് കൂടി അവസാനിക്കുന്നത്.